നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജന്റീൻ ടീമിലെ സ്ഥിര സാന്നിധ്യമാണ് പൗലോ ഡിബാല. പക്ഷെ അത്രയധികം അവസരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് ലഭിക്കാറില്ല. ഇപ്പോൾ ഡിബാലയെ കുറിച്ച് അർജന്റീൻ കോച്ച് ലയണൽ സ്കലോനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിബാല എനിക്ക് സഹോദരനെ പോലെയാണ്, എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. പക്ഷേ തുടർച്ചയായി 6-7 മത്സരങ്ങൾ ലഭിച്ചാൽ അവന് മികച്ച പ്രകടനം നടത്താൻ പറ്റും. എന്നാൽ അത് ലഭിക്കുന്നില്ല, ആ ഒരു കണ്ടിന്യൂറ്റി ലഭിക്കുന്നില്ല. അതാണ് പ്രശ്നമെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് സ്കലോനി പറയുന്നു. കണ്ടിന്യൂറ്റി ലഭിക്കാതെ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് പരിക്കിന്റെ പ്രശ്നങ്ങൾ വരുന്ന താരമാണ് പൗലോ ഡിബാല. ഇപ്പം ഡിബാലയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ഒരു ഇറ്റാലിയൻ മാധ്യമത്തിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞതാണ്. അവർ ഉദ്ധരിച്ചുകൊണ്ട് അക്കാര്യം ഇപ്പോൾ അർജന്റീൻ മാധ്യമമായിട്ടുള്ള ടിവൈസി സ്പോർട്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഡിബാലയെ എൻ്റെ ഒരു സഹോദരനെ പോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവനൊരു നല്ല പയ്യനാണ്, നല്ല വ്യക്തിയാണ്. 6-7 മത്സരങ്ങൾ അല്ലെങ്കിൽ 7-8 മത്സരങ്ങളൊക്കെ തുടർച്ചയായി കളിക്കുമ്പോൾ അവന്റെ പെർഫോമൻസ് നല്ല രൂപത്തിൽ മാറി വരുന്നതും ടീമിന് ഗുണകരമാവുന്നതും നമുക്ക് കാണാൻ പറ്റും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു കണ്ടിന്യൂറ്റി അവന് ലഭിക്കുന്നില്ല. അതാണ് പ്രശ്നം. ബട്ട് ഓൾവേസ് അവനെ ഞാൻ ടീമിലേക്ക് എടുക്കാറുണ്ട്. കാരണം അവൻ ഏറ്റവും ബെസ്റ്റിലല്ല നിൽക്കുന്നതെങ്കിൽ പോലും ടീമിന് ഗുണകരമാകുന്ന വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ ഡിബാലയെ കുറിച്ച് എന്തായാലും സ്കലോനി പറയുന്നത്. ഒരു കാലഘട്ടം നമുക്കറിയാം, മെസ്സിയുടെ പിൻഗാമി എന്ന തരത്തിൽ പോലും ആഘോഷിക്കപ്പെട്ടിട്ടുള്ള താരമായിരുന്നു പൗലോ ഡിബാല. പക്ഷേ ആ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. പലപ്പോഴും പരിക്ക് താരത്തെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.